അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹൈദരാബാദ് പോയ വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല. ഒരുപാട് വിശേഷങ്ങൾ കാണാനും പറയാനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ബിർള മന്ദിരം, അതേപോലെ തന്നെ നമ്മുടെ ഗോൾക്കൊണ്ട കോട്ട, അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബിർള മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മല കയറി, ഒരു കയറ്റം കയറിയാണ് നമ്മൾ ബിർള മന്ദിരത്തിലേക്ക് പോകുന്നത്. രണ്ട് സൈഡിലും നിറയെ കടകളും എല്ലാം ഇഷ്ടം പോലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്കെല്ലാം വാങ്ങാം, എടുക്കാം, കാഴ്ചകൾ കാണാം, ഒരുപാട് വിശേഷങ്ങളുണ്ട്. ആ പാറയുടെ മണ്ടയ്ക്ക് നിങ്ങൾ നോക്കിക്കേ, മരം നിൽക്കുന്ന കണ്ട്. ആ പാറയുടെ അടിയിലാണ് ഈ കടകളെല്ലാം. ഭയങ്കര 3 പാറ ഇങ്ങനെ ചേർന്നിരിക്കുക കണ്ടോ, 3 പീസ് പാറ, വലിയ പാറകൾ. നമ്മളെ ബിർള മന്ദിരം ഇതുകൊണ്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. പപ്പ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അവിടെ കാർ പാർക്കിംഗ് ഉള്ളിടത്തിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് കയറുക. കുത്തനെയുള്ള കയറ്റം കയറി ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നടന്നു പോകാനൊക്കെ കഴിയുന്നവർ മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ കേട്ടോ, നന്നായിട്ട് കഷ്ടപ്പെട്ടു പോയില്ലെങ്കിൽ. അപ്പം നമ്മുടെ ഹൈദരാബാദിലെ ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ തെക്കേ അറ്റത്താണ് ബിർള മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. 13 ഏക്കർ സ്ഥലത്ത് 280 അടി ഉയരമുള്ള നൗബത്ത് പഹദ് എന്ന കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ ചപ്പലും മൊബൈൽ ഫോണൊക്കെ ഇവിടെ കൊടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ. കണ്ട പാറ കണ്ടോ, പാറയുടെ മുകളിൽ നിൽക്കുന്ന മരങ്ങൾ നോക്കിക്കാൻ നിങ്ങൾ. എന്തോരം പ്രായമുള്ള മരങ്ങൾ. അമ്പലം അല്ലേ, പോവല്ലേ, ഒരു ക്ലോക്ക് ടവറും ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ മൊബൈൽ ഫോണും ചെരുപ്പും ഒക്കെ ഇവിടെ സൂക്ഷിക്കാൻ അവിടെ ഏൽപ്പിച്ചിട്ട് അവിടെ പോലീസൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മൾ ഒരു കാരണവശാലും ഫോണൊന്നും അങ്ങോട്ട് തന്നു വിടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ബാക്കി വിശേഷങ്ങളും പറയാം. 11 അടി ഉയരമുള്ള ഗ്രാനൈറ്റ്, വെളുത്ത ഗ്രാനൈറ്റ് കൊണ്ടാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത്. ബിർള മന്ദിര സമുച്ചയത്തിൽ ബുദ്ധന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും അതുപോലെ തന്നെ ബുദ്ധൻ്റെ ജീവിതത്തെ വിവരിക്കുന്ന ഒരു പെയിൻറ്റിങ്ങും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അതൊക്കെ നല്ല കാഴ്ച. മൊബൈൽ പാടില്ല ഇവിടെ. അതിഭയങ്കരമായ വെയിലാണ്. ബിർള മന്ദിരമാണിത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനകത്ത് കയറി ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. ആ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലാണ് കേട്ടോ. ഒരു കൊടിമരം കാണാൻ നമുക്ക് അതങ്ങ് മുകളിലായിട്ടാണ് കാണുന്നത്. അത്രയും സ്റ്റെപ്പ് കയറി നമ്മൾ ആ മലയുടെ മുകളിൽ, ആ കുന്നിൻ്റെ മുകളിൽ കയറി ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചിപ്പുറത്തൂടെയുള്ള ആ സ്റ്റെപ്പിൽ കൂടി വേണം താഴേക്ക് വരാൻ. ഫോട്ടോ ഒന്നും എടുക്കാൻ ഇവിടെ ഇവരെ അനുവദിക്കത്തില്ല കേട്ടോ. വീഡിയോയും ഫോട്ടോസും ഒന്നും അനുവദിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് ഫോണും നമ്മുടെ ചപ്പലും എല്ലാം ഇവിടെ കൊടുത്തിട്ട് ഞങ്ങൾ അകത്ത് കയറാൻ പോവാണ്. അപ്പോൾ എന്തായാലും അത് നിങ്ങളെ എനിക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. അല്ല എന്താ കേട്ടാ, ബിർള മന്ദിരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. കണ്ട, നമ്മുടെ ഹൈദരാബാദ് സിറ്റിയാണിത്. ഇത് കണ്ട, നോക്കിക്കേ. അവിടോട്ടൊക്കെ പോകുന്നുണ്ട് നമ്മൾ. ഇപ്പം തൽക്കാലം നിങ്ങളൊന്ന് കണ്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള നമ്മുടെ ബിർള മന്ദിരത്തിൻ്റെ കരിഞ്ഞ വെയിലെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ബുദ്ധപ്രതിമയൊക്കെ ഉണ്ട്, അവിടെ പോകണം. ബോട്ടിങ് ഇപ്പോൾ വെയിലായതുകൊണ്ട് നമുക്ക് അതിൽ പറ്റത്തില്ല കേട്ടോ. അതേ നിങ്ങൾ നോക്ക്, എന്ത് ഭംഗിയുണ്ടെന്ന്. അതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ്. ബിർള മന്ദിരത്തിലോട്ട് നമ്മുടെ ഫോണൊന്നും വീഡിയോ എടുക്കാനോ ഒന്നിനും അവർ സമ്മതിക്കത്തില്ല. എല്ലാം ഇപ്പോൾ ഫോണൊന്നും കൊടുക്കാൻ പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ചൊന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഫോൺ പോലും ചുട്ടു പൊള്ളുന്നു. അയ്യോ, പൊള്ളുന്ന വെയിൽ കേട്ടോ, പൊള്ളുന്ന വെയിൽ, അൺസഹിക്കബിൾ വെയിൽ. ഫോണിൽ തൊടാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചുട്ടു പൊള്ളുന്നു. ഫോണേ ഇപ്പോൾ പൊട്ടിത്തെറിക്കും, അതുപോലെ ചൂട്. ഞങ്ങൾ ഫോണും ചപ്പലും ബാഗും എല്ലാം അവിടെ ഏൽപ്പിച്ചു മുകളിലേക്ക് പോയി എല്ലാം കണ്ടു. പക്ഷേ നിങ്ങളെ എനിക്ക് കാട്ടിത്തരാൻ പറ്റുന്നില്ല. കാരണം അതുപോലെ അവിടെ നമ്മളെ നല്ലതുപോലെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വേണ്ട ആ ചങ്ങല ഭേദിച്ച് ഞാൻ അപ്പുറത്ത് പോയി ഒന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ട് പോലും അവിടെ സെക്യൂരിറ്റി എന്നെ ഓടിച്ചു കേട്ടോ.
തൊപ്പി മേടിക്കാനേ കള്ളം പോയത് അത്രയായി. പോത്തടിക്കത്തില്ല. എനിക്ക് 2 തൊപ്പി അവിടെ വെച്ചിട്ടാ ഈ വെയിൽ കൊണ്ടുവന്നത്. ഓക്കെ. ബിർള മന്ദിരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും വിശപ്പ് കൊണ്ട് കണ്ണ് കാണാൻ വയ്യ. അപ്പം നമ്മൾ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഹുസൈൻ സാഗർ തടാകത്തിലൊന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്യണം, ബുദ്ധൻ്റെ പ്രതിമയൊക്കെ കാണണമെന്നുണ്ട്. പക്ഷേ വെയിൽ കാരണം അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഹിന്ദുസ്ഥാൻ അമാര പിന്നെ CM ഓഫീസ് അല്ലേ? കെട്ടിടം കേട്ടോ, നല്ല രസമുണ്ട്. സൗദിയിലുണ്ട് ഇതുപോലെ. സൗദിയിലല്ല, അൽക്കോബാറിൽ ഇതുപോലെ ഒരെണ്ണമുണ്ട്. നമ്മുടെ അംബേദ്കർ നിൽക്കുന്ന കണ്ടോ. നമ്മുടെ ബിരിയാണികളുടെ ഉസ്താദാണ് പാരഡൈസ്. ഹൈദരാബാദിൽ വന്നാൽ പാരഡൈസിലെ ബിരിയാണി കഴിക്കാതെ പോകരുത് കേട്ടോ. അടിപൊളിയാണ്. ഹലീമും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും ഞങ്ങൾ ഹലീമും കൂടെ കഴിച്ചിട്ടേ പോകത്തുള്ളേ. ഐ ലവ് പാരഡൈസ്. എന്താ ഞങ്ങൾ ഇങ്ങോട്ട് പോകും. ഗുഡ് ഫുഡ്, ഗ്രേറ്റ് സർവീസ്, നമ്മളെന്തായാലും ഇവിടെ ഒന്ന് കയറുക. ഇവിടെ വന്ന് അടിച്ചു പോയവരുടെയൊക്കെ സിനിമ ആരാണെന്നറിയാമോ? ആണ് പാരഡൈസ്. പാരഡൈസിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു നമുക്ക് നമ്മുടെ ഹൈദരാബാദി ബിരിയാണി, ഇവിടുത്തെ ഏറ്റവും നല്ല ഹൈദരാബാദി ബിരിയാണി കഴിക്കുന്നത്. ഇപ്പം 4 മണിയായിട്ടുണ്ട് കേട്ടോ. 4 മണിയായി എങ്കിലും നമുക്കിവിടെ കിട്ടും എന്നുള്ള ഉറപ്പിലാണ് വന്നത്. അടിപൊളിയായിട്ടുണ്ടല്ലേ എല്ലാം. പഠിച്ചു പറഞ്ഞേയും വീഡിയോ യൂട്യൂബ് ചാനൽ പറ, പേര്, നെയിം. കുണ്ടൽ റെഡ്ഡി. ഇദ്ദേഹമാണ് ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോയത് കേട്ടോ. പ്രിയയുടെ ബ്രദറിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നമ്മൾ എല്ലാ തരം ബിരിയാണികളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളിതാ ഇതാണ് ഓർഡർ ചെയ്തത്, സുപ്രീം ചിക്കൻ ബിരിയാണി. കണ്ട, ഇതാകുമ്പോൾ നമുക്ക് 4-5 പേർക്ക് കഴിക്കാനുള്ള, നമ്മൾ സൗദിയിലൊക്കെ കാണത്തില്ലേ അതേമാതിരി. അതാണ് നമ്മൾ സുപ്രീം ചിക്കൻ ബിരിയാണി. ഇതാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പറഞ്ഞു ഞങ്ങളുടെ തലയ്ക്ക് മേളിലിരിക്കുന്ന ഈ പടം കണ്ടാൽ ആരാ ഈ ബിരിയാണി കഴിക്കാത്തത്? നോക്കിക്കേ, നെയ്യങ്ങനെ, ചൂട് നെയ്യങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. കണ്ട, ബിരിയാണിക്ക് ഓർഡറൊക്കെ ചെയ്തേച്ചിരിക്കുക. ബിരിയാണിക്ക് ഹൈദരാബാദി ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ? നമ്മുടെ പാരഡൈസിന്റെ ബിരിയാണിയാണ് കേട്ടോ. അല്ല ഓക്കെ. നമ്മുടെ ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ഒന്നൊന്നി തൊടാതെ കിടക്കുന്ന ചോറ് കണ്ട ടേസ്റ്റ് ഇപ്പം പറയാം കേട്ടോ എൻ്റെ മക്കളെ. അടിപൊളി കേട്ടോ.
മോളെ ഇല്ല ഈ ചിക്കൻ കാല് വേണമെങ്കിൽ ഇങ്ങ് എടുത്തോ. കാലെടുക്കാവോ? കാല് കഴിക്കത്തില്ല. മറ്റത് എരിവും ആ ചിക്കൻ്റെ അകത്തൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് എരിവൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് ഉണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. പപ്പാക്കുട്ടാ ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞ ആളെ എങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? നല്ലല്ലേ? എൻ്റെ പൊന്നെ, ഹൈദരാബാദി ബിരിയാണി തിന്ന് കുഴഞ്ഞ്. ആണ്ടാ എരിവെന്ന് പറഞ്ഞാൽ സൂപ്പർ എരിവാണ് കേട്ടോ. എരിവും ചിക്കനൊക്കെ നല്ല പഞ്ഞി വെണ്ണ പോലെ. ചിക്കൻ വെണ്ണ പോലെ ഇരിക്കും കേട്ടോ. ഹലോ, എരിവുണ്ടോ? നിങ്ങളുടെ പ്രിയ എരിവ് കണ്ട നല്ല സ്പൈസിയാണ്. നല്ല സൂപ്പർ. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞുണ്ടെന്നണ്ട ഒരു ബൗളിൻ്റെ അകത്ത് ഇളം ചൂടുവെള്ളം നാരങ്ങ പീസും കൂടി ഇട്ടിട്ട് കൊണ്ട് തന്നിരിക്കുക നമ്മുടെ കൈ കഴുകാൻ. മനസ്സിലായോ? ആ മനസ്സിലായോ? വേണ്ട വേണ്ട, അടിപൊളി. അതോ ഇനി പിഴിഞ്ഞ് കുടിക്കാൻ കൊണ്ട് തന്നെയാണോ? അല്ല, അല്ല ചൂട്. ആരാ നിങ്ങളടുത്തൊക്കെ പറഞ്ഞത് കൈ കഴുകാനാണ്? എനിക്കറിയാം. നമ്മള് പിഴിഞ്ഞു വെച്ച് കുടിച്ചില്ലെന്ന് പറഞ്ഞു. ആണോ? മണം പോകാൻ വേണ്ടി. ഇനിയിപ്പൊ പോയി വേറെ കഴുകണ്ട. കണ്ടോ? ഇതിൽ കൈ കഴുകിയിട്ട് ഒരു ടിഷ്യൂ എടുത്ത് അങ്ങ് തുടയ്ക്കാം. അത്രയേ ഉള്ളൂ. അടിപൊളിയില്ലേ? അടിപൊളി. അപ്പൊ കൈയും വായും കഴുകണ്ട. വെള്ളം കുടിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് കുപ്പിളിച്ചങ്ങ് വിഴുങ്ങുക. ചോറ് തണ്ടി ഇത്രയധികം മതിയൊക്കെ മതി. കഴിച്ചിട്ട് വേണം. നമ്മൾ പാരഡൈസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണിയൊക്കെ തട്ടിയിട്ട് ഇതാ പോവുക. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ഒരുക്കമാണ്. പപ്പായ്ക്കാണെങ്കിൽ ആത്മാവിന് ശാന്തി കൊടുക്കണം, ഒരു സിഗരറ്റ് വലിക്കണം, പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പോകുന്നതെന്ന് പറഞ്ഞാൽ തെലങ്കാന രക്തസാക്ഷി സ്മാരക അമരവീരുല സ്തൂപം എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ. എന്ത് രസമാണെന്ന് അറിഞ്ഞോ കാണാൻ. 1969 പ്രത്യേക തെലങ്കാന സംസ്ഥാനത്തിനായിട്ടുള്ള പ്രക്ഷോഭത്തിനിടെ മരിച്ച 369 വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ച ഒരു സ്മാരകമാണ് തെലങ്കാന അമരജ്യോതി അല്ലെങ്കിൽ അമരവീരുല സ്തൂപം എന്ന് പറയുന്നത്. തെലങ്കാന സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ വർഷവും ജൂൺ 2-ാം തീയതി തെലങ്കാന രക്തസാക്ഷി സ്മാരക ദിനം ആചരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ശാലു പറഞ്ഞു തന്നതാണ് കേട്ടോ. ഹൈദരാബാദിലെ പബ്ലിക് ഗാർഡൻസിന് എതിർവശത്തായി ഹുസൈൻ സാഗറിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചിക്കാഗോയിലെ ക്ലൗഡ് ഗേറ്റിനേക്കാൾ 5 ഇരട്ടി വലുതാണ് ഈ സ്തൂപം എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളി കാഴ്ചയാണ്. ഇത് രാത്രിയിലാണ് കാണേണ്ടത്. രാത്രിയിൽ നല്ല ലൈറ്റിൻ്റെ പ്രകാശത്തിൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് രാത്രിയിലൊന്നും ഇവിടെ പറ്റത്തില്ല, ഇനി ദൂരത്തിലാണ്, വരാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുകൊണ്ട് സായുജ്യം അടയുവാണ്. എന്തായാലും വന്നതല്ലേ, നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അങ്ങ് ഉല്ലസിച്ചിട്ട് പോകാം. നമ്മുടെ പുറകിൽ കാണുന്ന എന്താണെന്ന് അറിഞ്ഞോ? അതാണ്ടത് അത് CM ഓഫീസാണ് കേട്ടോ. തെലങ്കാന ചീഫ് മിനിസ്റ്ററുടെ ഓഫീസാണ്, സെക്രട്ടേറിയറ്റ്. തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും പ്രധാന ജോലി സ്ഥലവുമാണ്. നമുക്കിതിൻ്റെ അകത്ത് കയറാനൊന്നും പറ്റിയില്ല കേട്ടോ. പുറത്തു നിന്നൊക്കെ ഒന്ന് കണ്ടു കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു നമ്മൾ തിരിച്ചു പോവുകയാണ്. 1 മിനിറ്റ്. ഇത് സെക്രട്ടേറിയറ്റ് ആണ് കേട്ടോ. ഹൈദരാബാദ് സെക്രട്ടേറിയറ്റ് ആണ്, CM ഓഫീസാണ് കേട്ടോ. വിളിക്കുകയാണ്, ധൃതി പിടിക്കുന്നു. കേറുകയാണ്. മെട്രോയുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന പരസ്യങ്ങൾ കണ്ടോ? എന്ത് രസമുണ്ട്. ചുവർ ചിത്രങ്ങൾ പോലെ കണ്ടോ? ഇതാണ്
നമ്മളിപ്പോ വീഡിയോ പിടിച്ചില്ലേ, സെക്രട്ടേറിയറ്റ്, ഹൈദരാബാദ് സെക്രട്ടേറിയറ്റ്. വഴിയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? നമ്മുടെ ഗോൽക്കൊണ്ട ഫോർട്ട് കാണാൻ പോവുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കോട്ട സമുച്ചയങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ ഗോൽക്കൊണ്ട കോട്ട. ഹൈദരാബാദിന്റെ മഹത്തായ ഭൂതകാലത്തിന്റെ സാക്ഷ്യമാണ് ഈ കോട്ട. നമുക്കൊന്ന് കാണാം. വണ്ടികളായിട്ട് വണ്ടിയുടെ കശ തലങ്ങും വിലങ്ങും തലങ്ങും വിലങ്ങും വണ്ടികളാണ്. ബ്ലോക്കിട്ട് കാത്തു നിൽക്കുക. എൻ്റെ അമ്മോ, രസമുണ്ടാ. ആ റോഡിന്റെ നടുക്ക് ആ റൗണ്ടിൽ ഒരു കൈ ഇങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്നത് കണ്ടോ? നല്ല രസമുണ്ട് കണ്ടോ. എനിക്ക് ബാഹുബലി സിനിമയാണ് ഓർമ്മ വരുന്നത് കണ്ടിട്ട്. കോട്ടയുടെ എൻട്രൻസ് ഒക്കെ. നമ്മൾ അങ്ങനെ ഗോൽക്കൊണ്ട കോട്ടയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ആദ്യത്തെ ആ കവാടത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. വാസ്തുവിദ്യാ സൗന്ദര്യം കൊണ്ടും പൈതൃക ഘടന കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ഗോൽക്കൊണ്ട കോട്ടയ്ക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നും ശ്രദ്ധേയമായ സ്ഥാനമാണുള്ളത്. അത് നമുക്കിവിടെ വന്ന് കണ്ടു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എന്താണ് എന്ന്. നമ്മളങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു പീരങ്കിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഒത്തിരി കാഴ്ചകളുണ്ടേ. കോട്ടയുടെ നമ്മളങ്ങോട്ട് പോവുക. പാറ വെറുതെ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് സിമെന്റും ഇല്ല, കല്ലും വേറൊന്നുമില്ല കണ്ടോ. കാലത്തൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ടിക്കറ്റൊക്കെ എടുത്ത് അതിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ പുറമേ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടി വരും. പഴയ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു വലിയ കോട്ടയാണ്. 400 അടി ഉയരമുള്ള ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ഗോൽക്കൊണ്ട കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അതും ഗ്രാനൈറ്റിൻ്റെ കുന്നാണ് കേട്ടോ. ഇസ്ലാമിക ഹിന്ദു വാസ്തുവിദ്യയുടെ മനോഹരമായ സമന്വയത്തിൻ്റെ ഒരു ഉദാഹരണമാണ് നമുക്ക് ഈ കോട്ട കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോട്ടയുടെ മതിലുകൾക്ക് 87 കൊത്തളങ്ങളും 8 കവാടങ്ങളും 60 അടി വരെ ഉയരവും ഉണ്ട്. നിങ്ങളൊന്ന് നോക്കിക്കേ, കരിങ്കല്ലിലാണ് ഇതിങ്ങനെ പടുത്തുയർത്തിയിരിക്കുന്നത്. ലോകത്തിലെ ജനപ്രിയ വജ്രങ്ങളുടെ എല്ലാം ഉത്ഭവം ഗോൽക്കൊണ്ടയിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് കോഹിനൂർ. അതാ ഗോൽക്കൊണ്ട കോട്ടയ്ക്കകത്ത് കയറി കേട്ടോ. എക്സിറ്റ്. എട്ട് കവാടങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ കോട്ടയിലെത്താൻ ഒരാൾക്ക് എത്ര പടി കയറണമെന്ന് നമുക്ക് ഒരു തിട്ടവുമില്ല കേട്ടോ. പക്ഷേ 366 പടികളിൽ കുറയാതെ ഉണ്ടെന്നാണ് പറയുന്നത്. നിലവിൽ കിഴക്കേ ഭാഗത്തെ ഗേറ്റ് മാത്രമാണ് സന്ദർശനത്തിനായിട്ട് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇവിടെ പ്രശസ്തമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ വൈകുന്നേരം, അത് രാത്രിയിലാണ് അതിൻ്റെ ഇത്. നമുക്കപ്പോൾ അത്രയും സമയം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളൊന്നും പെട്ടെന്ന്, ഒരുമാതിരിപ്പെട്ടവർക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിൽ വരെ എത്താൻ പറ്റില്ല കേട്ടോ. നല്ല പ്രയാസമാണ് ഇതിൻ്റെ മുകളിൽ എത്തിപ്പെടുക എന്നുള്ളത്. ഈ കോട്ടയുടെ ഏറ്റവും പ്രശസ്തമായ 2 കവാടങ്ങളാണ് ഫത്തേ ദർവാസയും ബഞ്ചാര ദർവാസയും. അപ്പം ഇതിൽ നമ്മൾ ഈ കാണുന്നത് ഫത്തേ ദർവാസയാണ്. ഇവിടെ വെച്ചിട്ട് നമ്മൾ കൈ ഒന്ന് തട്ടിയാൽ കോട്ടയുടെ ഏറ്റവും മുകളിലേക്ക് ശബ്ദം എത്തുമെന്നുള്ളതാണ്. വളരെ ആകർഷകമായിട്ടാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ആൾക്കാർ കൈകൊട്ടുന്നുണ്ട്, അതെല്ലാം പ്രതിധ്വനിക്കുന്നുമുണ്ട് കേട്ടോ. ഈ കോട്ടയെക്കുറിച്ച് നിരവധി രഹസ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ കോട്ടയ്ക്ക് അടിയിലൂടെയുള്ള രഹസ്യ തുരങ്കങ്ങളും അതുപോലെ തന്നെ ദർബാർ മുതൽ കൊട്ടാരങ്ങൾ വരെയുണ്ട് ഇതിൻ്റെ അകത്ത്. പണിത ഓരോ സംഭവങ്ങളൊക്കെയാണ്. എന്താ ഭംഗിയെന്ന് നോക്കിക്കേ, എന്താ അടിപൊളിയല്ലേ. ഇവിടെയൊക്കെ വന്നില്ലെങ്കിൽ ഒരു തീരാ നഷ്ടമാണ് സത്യം പറഞ്ഞാൽ. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വരണം, ഇതെല്ലാം ഒന്ന് കാണണം. അതുപോലെ സൂപ്പറാണ് ഗോൽക്കൊണ്ട.
വാ, ഇങ്ങനെ അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് പോവല്ലേ. ഭയങ്കര വെയില് കൊണ്ട് നമുക്കൊന്നും കാണാൻ കൂടെ വയ്യ കേട്ടോ. അതിൻ്റെ മുകളിൽ പോകണം, കണ്ട. ശ്രമിച്ചു നോക്കാം. തളർന്നിപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കുറേ നടന്നതേ ഉള്ളൂ. തളർന്ന് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതാ നമ്മുടെ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാണാൻ വയ്യ, നിങ്ങൾക്ക് കാണാൻ വയ്യ അല്ലേ? അപ്പോൾ കാണാമോ? കണ്ട. മൂക്ക് വയ്യ, ചാർലി ചാപ്ലിനായി, തൊലിയെല്ലാം പോയിരിക്കുക. എന്നാലും കിട്ടിയ ചാൻസ് കളയാതെ ഇനി പോരുന്നതാ സത്യം പറഞ്ഞാൽ. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? മേളോട്ട് കയറട്ടെ. പപ്പ വന്നില്ല, പപ്പര അവിടെ ഇരിക്കുന്നു. കൂടെ ഉള്ളവരൊക്കെ തളർന്നു, കാരണം അത്ര കയറ്റമാണിത് കേട്ടോ. ഒരു കോട്ടയൊന്നും അല്ല ഇത്, ചുറ്റോട് ചുറ്റും നൂറ് കുഞ്ഞു കോട്ടകൾ വന്നിട്ട്. ഇതൊക്കെ നോക്കിക്കേ, അതൊക്കെ കണ്ടോ? എന്താ വന്നൊന്ന് നോക്ക് നിങ്ങൾ. എന്താ എന്താ മാതിരി കോട്ടകളാണേ, കെട്ടിടങ്ങൾ. അതിനകവും അതുപോലെ തന്നെയാണ്, കണ്ടോ? ഇതിനകത്ത്, ആ കോട്ടയ്ക്കകത്ത് കട കണ്ടോ? ഒരു ഭയങ്കര റൂമുകളോ കടമുറികൾ പോലത്തെ ഓരോ ഇതാണ് കണ്ടോ. അതിനകത്ത് കണ്ട ഇതിനകം കണ്ടോ? എൻ്റെ പൊന്നോ, എന്തോ കൊണ്ടോ, പേടി വരും നമുക്ക്. ഇതിൻ്റെ മുകൾ ഭാഗം നോക്കിക്കേ, വെറുതെ കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന കോട്ടയാണിത് കേട്ടോ. അതിനകത്ത് കടയും ഉണ്ട്, നല്ല ആഴത്തിൽ താഴോട്ടുണ്ട് കണ്ടോ. സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോയാലും നമ്മൾ നല്ല ഭയങ്കര പൊക്കമാണ്. ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് കണ്ടോ. പിന്നെ മുള പോലെ കെട്ടി വെച്ചിരിക്കുന്നില്ലേ, അതിനകത്ത് ഞാൻ എത്തി നോക്കിയപ്പോൾ കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ 250 കിലോ ഭാരമുള്ള ഒരു ഐതിഹാസിക ഇരുമ്പുകട്ട അവിടെയുണ്ട്. രാജാവിൻ്റെ സൈന്യത്തിലേക്ക് സൈനികരെ റിക്രൂട്ട് ചെയ്യുമ്പം അതിന് ശക്തി പരീക്ഷിക്കുന്ന അതിലാണ്. ആ ഇരുമ്പ് ഭാരം ഉപയോഗിച്ചിരുന്നെന്നാണ് പറയുന്നത്. അങ്ങോട്ട് നടന്നു പോവാ. വയ്യാന്നും പറഞ്ഞിരിക്കരുത്. ഞങ്ങളിതാ കയറി വേറൊരു സ്ഥലത്തെത്തി. അവിടെ ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയുള്ള കോട്ടകളാണ്. ഇത് മൊത്തം അത് തന്നെയാണ്. അതിൻ്റെ മുകളിൽ കയറി പോകണമെങ്കിൽ അയ്യോ പേടി വരും. ഇതിനകത്തോട്ട് ഗോൽക്കൊണ്ട കോട്ട. പേടി വരുന്നില്ലേ? 4 മൂലയ്ക്കുന്ന ഇങ്ങനത്തെ കല്ലുകളൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ വിളക്കൊക്കെ കത്തിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടതാ കണ്ട, സജീദ ഇല്ലിയാസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു ഭിത്തിയേൽ. എൻ്റെ അമ്മോ, നമ്മൾ കുട്ടിക്കാനത്ത് ഒരു അമ്മച്ചി വീടുണ്ടേ, ഒരു പഴയൊരു ബംഗ്ലാവ്. ഞങ്ങളത് കാണാൻ പോയപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ പഴയ എത്രയോ തലമുറകൾക്കും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു പാലസാണത്. ഏകദേശം ഇതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ആരെങ്കിലും കൊന്നിട്ടാൽ പോലും അറിയത്തില്ല. അത്ര വിജനമായി കിടക്കുന്ന സ്ഥലമാണ്. സെക്യൂരിറ്റി ഉണ്ട്. എന്താ ഇതൊക്കെ നമ്മുടെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്തുള്ള. അതിൻ്റെ അകത്ത് വലിയൊരു ഗുഹ പോലത്തെ ഒരു റൂം. അതുകൊണ്ട് കണ്ടോ, എൻ്റെ പൊന്നോ, അവിടോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അത്ര ഇരുട്ടാ. ഞാനൊരു ഭാഗത്തോട്ട് വന്നതാണേ. ഒരു സെക്യൂരിറ്റിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അയ്യോ, ഇതാണ് ഗോൽക്കൊണ്ട കോട്ട. കോട്ടയുടെ ഒരു കുഞ്ഞു ഭാഗമാണ്, ഒരു കുഞ്ഞു ഭാഗം. എന്തായാലും ഇപ്പോൾ ഇവിടെ വന്ന് കാണാൻ പറ്റാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ
ഇങ്ങനെ ഒന്ന് ആശ്വസിക്കുക, കാണുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരണമെന്നില്ല. അത്രമാത്രം ഓരോ മുക്കും മൂലയും വരെയും ഞാൻ ഒപ്പിയെടുത്തിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പ്രിയ, നിങ്ങളിപ്പോ വിചാരിക്കും ഇവളെന്തിനാ ഇത്രയും അണച്ചിട്ടും കേറി പോകുന്നത്. ഇതൊരു ഹരമാണ് പിള്ളേരെ. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്ന അവിടെ ഇരിക്കത്തതുള്ളൂ. ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ. ഇത് വീഡിയോക്കകത്തൂടെ ഒന്നും കണ്ടാലൊക്കത്തില്ല കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ഇത് ആസ്വദിക്കണമെന്ന് വരിയിൽ ഇവിടെ വന്ന് ഇത് കാണണം. ഇപ്പം എല്ലാവർക്കും വരാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ 5000 രൂപ, 4900 സംതിങ് രൂപയേ ഉള്ളൂ നമുക്ക് ഒരു വശത്തോട്ടുള്ള ടിക്കറ്റ് ചാർജ്. രണ്ടിടത്തോട്ടും കൂടെ അതേ 10000 രൂപ കൂട്ടിക്കോ. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ചിലവ് നമുക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ താമസ സൗകര്യമൊക്കെ റെഡിയാവും കേട്ടോ. എന്തായാലും ഇതിവിടെ വന്ന് കാണും. മേളിൽ കയറി കേട്ടോ. എനിക്ക് അയ്യോ ഇനിയും പോകണം. ഇനി ഏറ്റവും മേളിൽ പോയെങ്കിലും അതിൻ്റെ ഫുൾ ഇത് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് കുറച്ച് കാണിച്ചു തരാം. വേണ്ട, ഇതിൻ്റെ ഫ്രണ്ടാണിത് കേട്ടോ. ആ മേളിൽ ഇതുകൊണ്ട് ആ കാണുന്നില്ലേ, അവിടെ കയറിപ്പോയെങ്കിലേ നമുക്കതിൻ്റെ ഏറ്റവും മേളിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാം. പറ്റുന്നെങ്കിൽ ഞാൻ കയറും, ഇല്ല എങ്കിൽ ഇവിടം കൊണ്ട് കുറച്ചും കൂടെ മേളോട്ട് പോയിട്ട് നിർത്തുക. തളന്നെന്ന് പറഞ്ഞാൽ രാവിലെ മുതലുള്ള അലച്ചിലല്ലേ. ഇതൊക്കെ കാണണമെന്നുള്ള ഒരു വല്ലാത്ത ഇഷ്ടമായിരുന്നു, ആഗ്രഹമായിരുന്നു. നമ്മുടെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ്. ഒരു ഭാഗത്ത് ഒരു സൈഡിൽ മൊത്തമൊന്നും ആയിട്ടില്ല. ഉണ്ട്, ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം കൂടെ കാണിക്കാം. നമ്മളിപ്പോൾ കയറി വന്നത് കൊണ്ട് അവിടെ നിന്നായിരുന്നു കണ്ട. ഗോൽക്കൊണ്ട പാലസ് കോട്ട ഉണ്ട്. അങ്ങോട്ടങ്ങ് പോയി നടന്നാലും എടുത്താലും ഒന്നും തീരത്തില്ല കേട്ടോ. അമ്മാതിരി തണ്ടത് അതാ ഇങ്ങനെ അങ്ങോട്ട് ഓരോ അറകൾ പോലെ 100 കണക്കിന് അങ്ങനെ കിടക്കുക. ഇതിൻ്റെ മറവ് കൊണ്ട് അപ്പുറത്തെ സൈഡ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതെ, ഇതിൻ്റെ മറവ് കൊണ്ട് അവിടെ പാറയുടെ മണ്ടയ്ക്ക് പാറ കണ്ടോ, വലിയ പാറക്കെട്ട് കണ്ടോ. അതേണ്ടതേ ആ വലിയ പാറക്കെട്ടിൻ്റെ മണ്ടയ്ക്ക് വെറുതെ പാറകൾ ഇങ്ങനെ പെറുക്കി വെച്ചിട്ടാണ് ഇത് കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഗോൽക്കൊണ്ട പാലസ് 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച നിർമ്മിതിയാണേ. ഗോൽക്കൊണ്ട കോട്ട അതിൻ്റെ മുകളിൽ കയറാൻ പോവാണ്. ഏതാണ്ട് മുക്കാൽ ഭാഗം കയറിക്കഴിഞ്ഞു. മുക്കാൽ ഭാഗത്തോളം കയറി, ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഇനി അത്രയും ഭാഗവും കൂടെ കയറി മുകളിൽ പോയാലേ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഇന്നലെ മുതലുള്ള അലച്ചിലാണ്. ഇന്നലെ രാവിലെ തുടങ്ങിയ അലച്ചിലല്ലേ. ഇതുവരെ ഒരിടത്ത് ഇരിക്കുവോ നമ്മളൊന്ന് വിശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. രാത്രിയിൽ കുറച്ച് സമയം ഒന്ന് കിടന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പൊതുവേ ക്ഷീണമുണ്ട്. മുകളിലേക്ക് പോവുകയാണ്. എന്തായാലും നടക്കുക. പനി പിടിച്ച് ചത്ത് കിടന്നിടത്തുനിന്ന് എണീച്ച് വന്നത്. പനി പിടിച്ച് മരിച്ച് കിടന്നിടത്തുനിന്ന് എണീച്ച് വന്നതാ. തലയിലിടാത്ത എന്താണെന്നൊന്നും പറഞ്ഞ് ആരും ഗുസ്തിക്ക് വരല്ലേ. അവരവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവരവർക്കാണ്. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നാൽ ഈ തുണി തലയെ കിടക്കത്തില്ല. നിങ്ങളപ്പോൾ ചോദിക്കും പിന്നു കുത്തി വെച്ചാലെന്താ. പിന്നു കുത്തി വെച്ചിട്ടുണ്ട്, അതൊന്നും ഇരിക്കത്തില്ല. അത് വേറെ കാര്യം. ഇങ്ങനെ കിടക്കട്ടെ. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. തലയിലിട്ടത് കൊണ്ടോ അല്ലെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പലതും ചെയ്തതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. മനസ്സ് ശുദ്ധമായിരിക്കണം, പ്രവൃത്തി ശുദ്ധമായിരിക്കണം, പടച്ചവനെ ഓർമ്മയുണ്ടായിരിക്കണം. അത്ര മാത്രം. പറ്റുന്നെങ്കിൽ കയറിയെടുക്കാം. പ്രിയ എവിടെയാ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രിയയെ ഒന്ന് വിളിക്കും. അങ്ങ് കാണുന്നതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ടാ അങ്ങ് കാണുന്നില്ല. അതുകൊണ്ട് അതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ്. ഹൈദരാബാദിൻ്റെ സിറ്റിയുടെ കുറച്ച് ഭാഗമാണ് നമ്മളിവിടെ നിന്നുകൊണ്ട് ഈ കാണുന്നത്. കണ്ടോ, വല്ലാത്തൊരു മഹാനഗരമാണ് കേട്ടോ. നമ്മുടെ പ്രിയയും ശാലും ഒക്കെ തരാം അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞ്.
പണ്ടും ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ, ബാംഗ്ലൂർ, മൈസൂർ, കുടക്, പിന്നെ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയാലും എൻ്റെ കൂടെ വരുന്നവരെല്ലാം പതിയെ വരുമ്പോഴേക്കും ഞാൻ കാണേണ്ട സ്ഥലങ്ങളെല്ലാം കയറി കണ്ടിട്ട് വരും. കുറച്ച് തളർന്നപ്പോൾ ഇവിടെ ഇരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ വൈകുന്നേരത്തെ ആ സിറ്റി കോട്ടയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യം കണ്ടോ. പ്രിയ നടന്നു വരുന്നു കണ്ട. പ്രിയ അവിടെ ഇവിടെയൊക്കെ ഇരുത്തിരുത്താ വരുന്നത്. അവർക്ക് ഒറ്റയടിക്ക് കയറാൻ പറ്റത്തില്ല. എത്ര ആരോഗ്യമുള്ളവരാണെന്ന് പറഞ്ഞാലും ഒരടിക്കൊന്നും കയറി നമുക്ക് മുകളിൽ പോകാൻ പറ്റത്തില്ല. അത്രമാത്രം പൊക്കത്തിലാണ്, അത്രമാത്രം. എന്തായാലും കയറും, വന്നതല്ലേ, നനഞ്ഞിറങ്ങിയാൽ കുളിച്ച് കയറണമെന്നല്ലേ. ഒരു അണ്ണാൻ കുഞ്ഞിൻ്റെ അകത്ത് പെട്ടുപോയി. അയച്ചോടാ, കണ്ടോ കോട്ടയ്ക്കകത്ത് ഒരു താഴ്ചയാണേ. 2 പേരുണ്ട്. ഒന്ന് തോണ്ട ഒരു കൂട്ടുകാരൻ. അയ്യോ എങ്ങനെ അത് ഇതിൻ്റെ മേളിൽ ഇതെങ്ങനെ രക്ഷപ്പെടുത്തും? ഒരണ്ണാൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോയി. അയ്യോ ഒത്തിരി താഴ്ച തരാ. എനിക്കൊരു രക്ഷയില്ലല്ലോ മക്കളെ. ഒരു കമ്പെങ്കിലും വിട്ടു തരാൻ പറ്റുന്നില്ലല്ലോ. നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. അയ്യോ കഷ്ടം. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ രക്ഷിക്കാനാ? ഭയങ്കര ചൂടാ അതിൻ്റെ അകത്ത്. അത് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്ര താഴ്ചയില. വേണ്ട മുകളിലെത്തി. ഇന്ന് മൊബൈൽ ഫോണാണ് എൻ്റെ കയ്യിലെങ്കിൽ അന്ന് യാഷിക്കാടെ ഒരു ക്യാമറയും തോളിൽ കാണും, കുറേ ഫിലിമും കാണും. അതെല്ലാം ഫോട്ടോകളെടുക്കലും. ഞാൻ എൻ്റെ കൂടെ വരുന്നവരെ മൈൻഡ് ചെയ്തില്ല. ഞാൻ നടന്ന് എനിക്കിഷ്ടമുള്ള അത്രയും കാഴ്ചകൾ കണ്ട് ഫോട്ടോ എടുത്ത് ഞാൻ ആസ്വദിച്ചങ്ങ് നടക്കുമായിരുന്നു. എവറസ്റ്റ് കീഴടക്കിയ സന്തോഷമുണ്ട് കേട്ടോ. അത്രമാത്രം പൊക്കത്തിൽ കോട്ടയുടെ ഏറ്റവും മുകളിൽ വന്ന്, ഏറ്റവും മുകളിൽ. അവരൊക്കെ ദാ നടന്ന് വരുന്നതേ ഉള്ളൂ. കണ്ട അമ്മയും മോനും ഒക്കെ വരുന്നേ ഉള്ളൂ. കൊച്ചി ഇറക്കം വരുന്നതേ ഉള്ളൂ. ഏറ്റവും മുകളിലാണ്. ഒരു ടാസ്കായതില്ലയോ എൻ്റെ പൊന്നു. ഗോൽക്കൊണ്ട കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്നും പറ്റത്തില്ല എന്നും പറഞ്ഞിരുന്ന ഒന്നും നടക്കത്തില്ല. നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ ഇറങ്ങുക തന്നെ, അല്ലാതെ നനഞ്ഞ് കുളിച്ചങ്ങ് കയറുക. അത്രമാത്രം താഴ്ചയിൽ നിന്നാണ് ഇത്രയും പൊക്കത്തിൽ നമ്മൾ കയറിയിരിക്കുന്നത്. ഗോൽക്കൊണ്ട കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്നിട്ടാണ് കേട്ടോ. എവറസ്റ്റ് കീഴടക്കിയ ഒരു സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ. അങ്ങോട്ട് പോവാ. അയ്യോ ഏറ്റവും മുകളിലാ എന്റെ അമ്മച്ചിയോ. സൂര്യന്റെ പ്രകാശം കൊണ്ട് കാണാൻ വയ്യ അല്ലേ? എന്റെ തല കൊണ്ട് എങ്ങോട്ടാണോ ഇച്ചിരി ശകലോടെ കുറച്ചുകൂടെ മതി 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 മതി. കേറിയില്ലെങ്കിൽ തീരാ നഷ്ടമാണ് സത്യം പറഞ്ഞാൽ. എത്ര വയ്യാങ്കിലും ഒരു ഹരമാണ്. രണ്ടു കുപ്പി വെള്ളം കുടിച്ചാൽ പറ്റത്തില്ല. കാറ്റടിച്ചിട്ടേ ഈ കടവാവലിൻ്റെ ഇതിൻ്റെ സ്മെല്ല് തന്നെ അങ്ങനെ താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. എൻ്റെ പൊന്നു അടിപൊളി. അമ്മയും മോനും കൂടെ അവിടെ നിന്നു. തളർന്നു കേട്ടോ. അയ്യ വെള്ളം വേണം. അത്രമാത്രം പൊക്കമായിരുന്നു കണ്ട. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത്, ഏറ്റവും മുകളിൽ. ഞങ്ങൾ 10 കുപ്പി വെള്ളം കുടിച്ചാൽ തീരാത്ത ക്ഷീണത്തിൽ ഞങ്ങൾ തിരിച്ചു പോകും.
തണുത്ത വെള്ളം കുടിക്കണം വരെ. അവിടെ വെള്ളം ഉണ്ടെങ്കിൽ ആ ഗുഹയ്ക്കകത്തൊരു കട കണ്ട് ആ കടക്കകത്തുനിന്ന് വെള്ളം മേടിക്കുക. എൻ്റെ പൊന്നു മക്കളെ, ആവതുള്ള കാലത്ത് വേണം ഇതിനൊക്കെ വരാൻ കേട്ടോ. നടന്ന് വരാൻ പറ്റുന്ന സമയത്തൊക്കെ എല്ലാവരും വന്ന് കാണേണ്ടവരൊക്കെ എവിടെയായാലും വന്നോണം. ഇല്ലെങ്കിലുള്ള അവസ്ഥ താണ്ട് ഇതൊക്കെയാ. താണ്ട കണ്ടോ, കഷ്ടപ്പെട്ടാ കയറുന്നത്. അവര് ചിരിച്ചോണ്ട് പോകുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട അവര് മുകളിൽ നിന്ന് താഴോട്ട് വന്നത്, അല്ല താഴേന്ന് മുകളിലോട്ട് വന്നത്. അയ്യോ എനിക്ക് വയ്യ. നമ്മൾ വിടമാട്ടെ, പനി പിടിച്ച് ഒരാഴ്ചത്തെ മറത്ത് കിടക്കപ്പായെന്ന് പൊങ്ങാതെ കിടന്ന ഞാനാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ രക്തത്തിൽ അരിഞ്ഞു കിടക്കുക. ഞാൻ മരിച്ചു കിടന്നാലും അവിടെ വന്നതെന്ന് വെച്ചാൽ ആരെങ്കിലും ടൂറ് പോകുന്നു വരുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ചാടി എണീക്കും. അയ്യോ എനിക്ക് വയ്യ സത്യമായിട്ട്. ഞാൻ മരിച്ചു കിടക്കുന്നിടത്ത് വന്ന് ആരും തന്നെയും പറയരുത് ഞങ്ങൾ ടൂറ് പോകുന്നു വരുന്നോന്ന് ചോദിച്ചാൽ അപ്പോഴും ഞാൻ ചാടി എണീക്കും. നോക്കിയാലും വണ്ണാന് കണ്ടതാ, ഒരു പേടിയില്ല കേട്ടോ. നമ്മുടെ അടുത്തൊക്കെ വരുന്നു. എൻ്റെ അമ്മച്ചി നടക്കാൻ വയ്യ ഇനി, മതിയടി അമ്മ. നമ്മൾ അങ്ങറ്റത്താണ് നമ്മൾ പോയത്. അവിടെ നടക്കാനും കയറാനും ആണെങ്കിൽ ഒരുപാടുണ്ട്. ഇവർ തത്ത കേട്ടോ, ആ പിള്ളേർ. അപ്പം തത്തയെ പിടിക്കാൻ വേണ്ടി പോയതാ പിള്ളേർ. ഇതണ്ട പ്രാവും തത്തയും അണ്ണാനും. നമ്മൾ അങ്ങോട്ടാണോ പോകുന്നത്? ഇങ്ങോട്ടല്ലയോ? ആ കോട്ടയുടെ അതെ ചുമപ്പ് കളർ കൊണ്ട് മുടിയുടെ തിളങ്ങുന്നു. ആ കോട്ടയുടെ ഒരു മുറി കടയാക്കിയിരിക്കുന്നു കണ്ടോ. ഒരൊറ്റ ഇത് മാത്രം. അടിപൊളിയാണ് കേട്ടോ. വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണുക, അല്ലാത്തവർ എൻ്റെ വീഡിയോ കണ്ട് സായുജ്യം അടയുക. കാരണം സാധാരണ എല്ലാവരും വീഡിയോ എടുത്ത് വെറുതെ ഒഴവനെ ഒന്നും വിടുന്ന പോലെയല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. ഓരോ മുക്കും മൂലയും ഇങ്ങനെ പിടിച്ച് നിങ്ങളെ ഞാൻ വിടമാട്ടെ, കണ്ടില്ല കൊന്നുകളയലത്തിന്. അങ്ങനെ നമ്മളിതാ ഗോൽക്കൊണ്ട ഫോർട്ടിനോട് വില പറഞ്ഞ് പോകാൻ പോവുകയാണ് കേട്ടോ. തളർന്നു പോയി. ഇനി നമ്മൾ വേറെ ഒരു സ്ഥലത്തോട്ട് പോവുക. ടയേർഡായി സത്യം. ഒരുപാട് ഒത്തിരി നടന്ന് കൊച്ചു പിള്ളേർ പോലും തളർന്നു പോയി. അപ്പോൾ പിന്നെ പറയണോ? വേണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ഒരുപാടുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഈ പോകാതെ തന്നെ കാര്യങ്ങളെല്ലാം കാണാം. അത്രമാത്രം വിശദമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. നമുക്കിനി ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.